ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കും എപ്പോൾ ഉണ്ടാക്കി നോക്കിയാലും ചിലപ്പോൾ ഫ്ലോപ്പ് ആവാറുണ്ട് എന്ന് പറയുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടർ സ്കോച്ച് സോസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് കേക്ക് ഉണ്ടാക്കുന്നവർക്ക് മാത്രമുള്ള വീഡിയോ ആണെന്ന് വിചാരിച്ച് ബാക്കിയുള്ളവർ സ്കിപ്പ് ചെയ്യരുത്. കേക്കിലും ഐസ്ക്രീമിലും പുഡിങ്ങിലും അങ്ങനെ സ്വീറ്റ് ആയിട്ടുള്ള എന്ത് റെസിപ്പികളും നമുക്കിത് ആഡ് ചെയ്യാൻ പറ്റും. അരക്കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഗ്യാസിൻ്റെ ഫ്ലെയിം സിമ്മിലിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഷുഗർ മെൽറ്റാക്കി എടുക്കുന്നത്. അതല്ലെങ്കിൽ നമുക്കിത് കരിഞ്ഞൊരു സ്മെല്ല് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഫ്ലെയിം സിമ്മിലിട്ടിട്ട് ഷുഗർ മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്കിത് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. സ്വീറ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമിനെയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുമ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒറ്റയടിക്ക് നമ്മളെല്ലാം കൂടി ഒഴിച്ചു കൊടുക്കരുത്. ഇതുപോലെ കുറച്ച് ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കുക. വീണ്ടും അടുത്ത ബാച്ച് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഓരോ സെക്ഷനായിട്ടാണ് കേട്ടോ അത് ചെയ്തെടുക്കേണ്ടത്. ഈ സോസ് ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ടും കൺഫ്യൂഷൻ വരുന്ന രണ്ട് ഭാഗങ്ങൾ, ഷുഗർ മെൽറ്റായി കഴിഞ്ഞിട്ട് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുമ്പോൾ അതൊന്ന് കട്ട പിടിക്കും. അപ്പോൾ നമുക്കത് ഫ്ലോപ്പ് ആയോ എന്ന് തോന്നും. ഈ ഒരു വിപ്പിംഗ് ക്രീം കുറച്ച് തന്നെ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ബട്ടറും എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മിക്സ് ഒന്ന് ലൂസായിട്ടിരിക്കും. ആ ഒരു സമയത്തും നമുക്കിത് സോസായിട്ട് കറക്റ്റായിട്ട് വന്നില്ലല്ലോ എന്ന് തോന്നും. ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ഒപ്പം തന്നെ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. കൂടുതൽ ക്വാണ്ടിറ്റിയിൽ സ്റ്റോർ ചെയ്യുന്നവർക്ക് തിക്നെസ് കൂടുതലായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതുവരെ ഉണ്ടാക്കാത്തവരും ഉണ്ടാക്കിയിട്ട് പെർഫെക്റ്റ് ആയിട്ടില്ല എന്ന് തോന്നിയവരും ഈ ഒരു രീതിയിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ സപ്പോർട്ട് കൂടെ ചെയ്യാൻ മറക്കല്ലേ.